നാം ഒന്ന് മനസ്സിലാക്കണം, വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഏറ്റവും സവിശേഷമായ ദിനരാത്രങ്ങളിൽ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ക്രൂര ശത്രുക്കളെ അല്ലാഹു തആല എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മോട് പഠിപ്പിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാകും, ഒരു അന്ത്യമുണ്ടാകും. വിശ്വാസികൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അവർ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അവരോടൊപ്പം അല്ലാഹു തആലയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും കുറവില്ലാതെ പരിപൂർണമായി പത്തരമാറ്റിന്റെ പവിത്രതയോടുകൂടിയുള്ള ഈമാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നാം പൂർണ്ണമായ ഒരു വിശ്വാസിയായി മാറുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഖത്തോടുകൂടി സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നുകൊണ്ട് മാത്രമേ വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ഒരുപാട് പരീക്ഷണങ്ങളുടെ മേഖലകൾ അവന് താണ്ടിക്കടക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് പരിപൂർണമായ വിജയം ആഖിറത്തിൽ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സവിശേഷമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഈമാനിന്റെ ഇസ്തിഖാമത്തിനു വേണ്ടി, ഹിദായത്തിനു വേണ്ടി, സന്മാർഗത്തിനു വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ കൃത്യമായി നമ്മുടെ രാജ്യത്തിൽ വാഴുന്നതിനു വേണ്ടി, അക്രമകാരികളായ ഭീകരവാദികൾ ഈ രാജ്യത്തിൽ വീഴുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് ആ വിശുദ്ധമായ മുഹറത്തിന്റെ ആശൂറയുടെ ദിവസത്തിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ നാം ഒരിക്കലും മറക്കരുത്. നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ച സ്വഹാബ, ഫസൂമു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണേ. വിശുദ്ധമായ മുഹറത്തിന്റെ 10ാമത്തെ ദിവസം ആശൂറയുടെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണേ. വവസ്സിഉ അലാ ഇയാലിക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ നിങ്ങൾ വിശാലമാക്കി കൊടുക്കണേ. മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ ഭക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശാലത ചെയ്യേണ്ട ദിവസമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന വിശുദ്ധമായ ഹദീസിൽ കാണാം, സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണേ. സ്വഹാബ, വവസ്സിഉ അലാ ഇയാലിക്കും, നിങ്ങളുടെ കുടുംബാദികളുടെ മേൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നിങ്ങൾ വിശാലമാക്കി കൊടുക്കണേ. വസ്സഅല്ലാഹു അലാ സാഇരിഹി ബിസനതിഹി, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, വസ്സഅല്ലാഹു അലാ സാഇരി സനതിഹി, ആ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിവസത്തിൽ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ മേൽ വിശാലത ചെയ്യുന്നത് കാരണമായി ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന്റെ കുടുംബത്തിൽ വിശാലത നൽകുമെന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാല് സ്ഥിരം മത്സ്യം മാത്രം വാങ്ങുന്ന വീട്ടില് അല്ലെ, കുട്ടികൾ ആഗ്രഹിച്ചാൽ പോലും ഇന്ന് സർവ്വവ്യാപകമായി ഭക്ഷണത്തിന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യമാണ്. പ്രത്യേകതകൾ അല്ലാഹുവിന്റെ ഹബീബായി റസൂലുള്ളാഹി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വിശാലത ചെയ്യണം കുടുംബക്കാരോട്. ആ കുടുംബക്കാരോട് വിശാലത ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വർഷം മുഴുവനും അല്ലാഹു അനുഗ്രഹം ചൊരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശൂറയുടെ ദിവസത്തിൽ അശ്രദ്ധമായി പോകാതെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നോമ്പ് അനുഷ്ഠിക്കുക. അന്നത്തെ നോമ്പിന്റെ ഇഫ്താറിന് വളരെ വിശാലമായ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു സൗകര്യം വിശാലത ചെയ്തു കൊടുക്കുക കുടുംബക്കാർക്ക്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആശൂറയുടെ രാത്രിയും പകലും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് കൊണ്ട് അവൻ സർവ്വസമയവും പിന്നെ സന്നിഹിതനായാൽ, അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി അതിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആശൂറയുടെ രാത്രിയിൽ അഥവാ ദുൽഹജ്ജ് 9 കഴിഞ്ഞിട്ടുള്ള മുഹറം 9 കഴിഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, അലം യദ്രിബിൽ മൗതി, അവന് മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അവന് ഒരിക്കലും മരണത്തിന്റെ വേദന ഉണ്ടാകില്ല. മരണസമയത്ത് സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, സന്തോഷത്തോടുകൂടി അവന് മരണപ്പെടാൻ അല്ലാഹു തആല അവന് സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുക്കും. അല്ലാഹു ഉത്തരത്തിൽ മരണം സന്തോഷഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ആശൂറയുടെ ദിവസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു, വമൻ തസദ്ദഖ ഫീഹി കാന കസദഖത്തിസ് സന, വിശുദ്ധമായ ആശൂറയുടെ ദിവസത്തിൽ ഒരു മനുഷ്യൻ നോമ്പന് പിന്നെ സദഖ ചെയ്തു കഴിഞ്ഞാൽ കസദഖത്തി സനത്തിൻ, ഒരു വർഷം മുഴുവനും അവൻ സദഖ ചെയ്തതിന്റെ പ്രതിഫലം എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസി റളിയല്ലാഹു തആല പറയുന്നു. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്കൊണ്ടൊക്കുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുക,
അത് ഏറ്റവും സവിശേഷമായ ആശുറയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് അലിയുൽ ജുഹൂരി റളിയല്ലാഹു തആല പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, ഒരൽ ആശുറയുടെ ദിവസം 70 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന പ്രത്യേകമായ ദിക്ർ അല്ലാഹുവിനോടുള്ള ആ ഹസ്ബുനല്ലാഹ് അല്ലാഹുവിനോട് സമർപ്പിക്കുന്ന ഏറ്റവും സവിശേഷമായ ഈ ദിക്ർ 70 പ്രാവശ്യം ഒരു മനുഷ്യൻ ആശുറയുടെ ദിവസത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷത്തിലുള്ള മുഴുവൻ എല്ലാ പ്രയാസങ്ങളും ശർറിൽ നിന്നും ആ മനുഷ്യനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമെന്ന് മഹാനായ സയ്യിദ് അലിയുൽ ജുഹൂരി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു. അത്രയ്ക്ക് വളരെ പ്രാധാന്യമുള്ള അശുറയുടെ ദിവസം വളരെ മർമ്മപ്രധാനമായ ഒരു ദിവസമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഈ ദിവസത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പുണ്യമായ മുഹറത്തിന്റെ ദിനരാത്രങ്ങളിലാണ് നാം ഓരോരുത്തരും ഉള്ളത് എന്ന ചിന്ത നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അത്തരത്തിലുള്ള നന്മകൾക്ക് ഒരുപാട് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് അലസതയിലും അശ്രദ്ധയിലും ഒക്കെ ഒരു പക്ഷേ നാം പോയേക്കാം, ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം. അല്ലാഹു തആല എല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.